അല്ല നീ ഇതിപ്പോ 2 മണിക്കൂറായാലും നമ്മൾ ഈ കുന്ത്രാട്ടത്തിന് മുകളിൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്. ഇജ്ജ് പറഞ്ഞ വൈദ്യര് ഏത് കാട്ടിലാണ്? നിർത്ത് അതാ ഈ വളവ് കഴിഞ്ഞ് നേരെ പോയിരുത്തി. പെരുമണ്ണങ്ങാടിയിലെ വൈദ്യനെ കാണിക്കാൻ അഞ്ചാ നാട്ടുകാർ മുഴുവൻ അറിയും. പിന്നെ ഇതല്ലാണ്ട് ഒരു വഴിയില്ല. ഇനി അധികം പോണോ? എനിക്ക് വയ്യ, അതാണ്. അപ്പൊ വൈദ്യരെ കാണണ്ട, ഞങ്ങൾക്കും വേണ്ടിയിട്ടല്ല എനക്കും വേണ്ടിയിട്ടാ മനുഷ്യൻ എത്രയും നേരം കഷ്ടപ്പെട്ട് വെയിലുണ്ടത്. എന്നാ വാ കേറുന്നാല്. കേറടാ നീങ്ങടോ. അല്ല അവര് ഞാനോ ഇങ്ങോട്ടല്ലേ പോളെ. വിട് ഇനി എന്ത് കളിക്കാ വിട്ടൂട് ചുക്കൂറ. നേരെ കയറ്റം കയറണം എന്നാലേ അടുത്ത്. ഓക്കെ. ആളുണ്ട്. അതാണ് ആള്. നോക്കി നടക്കണ്ടേ ഈ നല്ല ഉറക്കാണല്ലോ. ഇപ്പൊ ശരിയായി തരാം. നമസ്കാരം വൈദ്യരെ. നമസ്കാരം. ഇരിക്കുക. കേറി വരിക. ഞാൻ ധ്യാനത്തിലായിരുന്നു. ഇരിക്കുക. ഇയാളും ഇരിക്കുക. എന്നാ നിന്നോളൂ, പറഞ്ഞോളൂ. കാര്യം പിടികിട്ടി. എത്ര കാലായി തുടങ്ങിയിട്ട്? അത് ഒരുപാട് കാലായി തുടങ്ങിയിട്ടില്ല. അപസ്മാരം. അത് പിന്നെ മദ്രസ പഠിക്കുന്ന കാലത്ത് ഉണ്ടാവലുണ്ടെന്ന് ഉമ്മ പറയലുണ്ട്. പിന്നെ വലുതായപ്പോഴും ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെയാ, ഇടയ്ക്ക് ഉണ്ടാവും. എന്നാലോ ഉണ്ടാവൂല. ഇന്നലെ ഇവന്റെ കല്യാണേനി. ആദ്യ രാത്രി തന്നെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടായി. കഷ്ടം. അപ്പൊ കുട്ടി മേടിച്ചൂലേ? അപ്പൊ വെപ്രാളം കാണിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് പാല് കുടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നേരം വെളുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. സാരില്ല, 1-2 മരുന്നുകൾ തരാം, അതാണ് കുടിക്കുക. മാറിക്കോളും. പഥ്യം നിർബന്ധ. ഇറച്ചും മീനും അതാണ് ഒഴിവാക്കുക. അക്കാര്യം ഞാൻ ഏറ്റു. പറയാ. അപ്പൊ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ഇരിക്കുക. ആള് ഉഗ്രനാ. ഏത് മാറാത്ത രോഗവും മാറ്റൂ അമ്മാരി വൈദ്യനാ. അപസ്മാരാ മെയിൻ. മൂപ്പര ഒറ്റ നോട്ടം കൊണ്ട് പറഞ്ഞില്ലത്. ആ മുഖത്തുള്ള ഐശ്വര്യം കണ്ടോ എന്താണ്? അതെ, അനക്ക് ഒന്നല്ല 10 പെണ്ണിനെ കണ്ട. വരുന്നുണ്ട്. ഇത് 3 നേരം 2 ഔൺസ് വീതം ദിവസം. ഇത് തറച്ച് അരച്ച് പിഴിഞ്ഞ് രാത്രി പാൽ ചേർത്ത് കുടിക്കണം. രാത്രി ഇതെല്ലാം കൂടി എത്രയായി? എല്ലാം കൂടി ഒരു 1100 റുപ്യ. 1100. വാ, വെട്ടി തറക്കണ്ട്. വാ, അങ്ങോട്ട് വാ. യാക്ക് ഇളകി കുറുന്തോട്ടേക്ക് വാദം പിടിച്ചോ? സാരല്ല, അപസ്മാരാ. ഇടക്കിടക്ക് ഉണ്ടാവും. എന്നാലോ ഇടക്കിടക്ക് ഉണ്ടാവൂലാണോ? ഇടക്കിടക്കേ ഉള്ളൂ. ഇപ്പുറത്തേക്ക് വാ, ശരിയാക്കി തരാം ഞാൻ. നിങ്ങൾ എന്നെ പാല് കുത്തി കലക്കി കുടിച്ചാളി. ഓരോ അലക്കമല വൈദ്യര്. വേണ്ടത്താ, ഞാൻ പോവൂല. ഞാൻ പറഞ്ഞില്ലേ, ഇല്ല ഞാൻ പോവൂല. എനിക്ക് പേടിയാ. ഞാൻ ഇത്താന്റെ കൂടെ കിടന്നോളാം. ഇതിപ്പോ നല്ല ചേലായി. എന്ത് ഭർത്താനാ ഈ പെണ്ണ് പറയണത്? ഞാൻ പോവൂല. എനിക്ക് പേടിയാ. ഞാൻ എന്നോട് എത്താത്തന്റെ കൂടെ കിടന്നോളാം. ചായിദാ, ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അയലൊക്കത്തുള്ളവരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാനായിട്ട്. ഇന്നും കൂടി ഓളി ഷാഹിദാന്റെ കൂടെ കിടന്നോട്ടെ. വാശിയാ. പെൺകുട്ടിയൊക്കെ ഇത്ര വാശിയൊന്നും പറ്റൂല. പേടിയാണല്ലോ. പേടി. എന്ത് പേടി? വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ.
ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ പൊറുക്കൊണ്ടാളാ ജി. എന്നിട്ട് പേടിയല്ലേ. ഉമ്മ, ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാൻ പാടില്ലാത്തതല്ലേ സംഭവിച്ചത്. അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയാ സ്ഥിതി. ആ ഷാഹിദ, ഇന്ന് ഓളെന്റെ കൂടെ കിടന്നോട്ടെ. ആ പിന്നെ കിടക്കുമ്പോ ആയത്ത് കുറിച്ച് ഒന്ന് ഓതി കിടക്ക്. പുതിയാപ്പള പറയണേട്ടാ തോന്നും ഇത് മനഃപൂർവ്വന്ന്. ആ ശുക്രേ, പാവം അവൾ ഇന്ന് കൂടെ ഷാഹിദാന്റെ കൂടെ കിടന്നോട്ടെ. സാരല്ല, പേടിച്ചു പോയതാ. ഈ കിടന്നോ. ആ പിന്നെ ആയത്ത് കുറിച്ച് ഓതി കിടന്നു. പഠിച്ചോനെ, ജീവിതകാലം മുഴുവൻ ഈ താക്കോൽ കൂട്ടായിട്ട് കഴിയേണ്ടി വരുമെന്നാ പേടി. ചായ അവിടെ വെച്ചോ. എന്തേ ഇപ്പൊ പേടില്ലേ? ഇങ്ങോട്ട് നോക്ക്. അസുഖം ഉണ്ടാവണ സാധാരണ. ഇത്രമാത്രം പേടിക്കാൻ ഞാനെന്താ പോലീസ് സിംഹറ്റാ? മുത്തിന് എന്നോട് സ്നേഹമില്ല, അതന്നെയാ. അല്ലോ അങ്ങനെ പറയില്ലേ. പിന്നെ ഇന്നലെ രാത്രി എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടെപ്പോഴും എനിക്ക് ഉണ്ടായതാ പണ്ടാരടങ്ങാൻ. പിന്നെ ഇങ്ങനെ വരാൻ കണ്ടൊരു നേരം. ഈ വെറുതെ കരഞ്ഞ ആളെ കൂട്ടല്ലേ. നിങ്ങൾ എന്നെ ചീത്ത പറയില്ലേ. ചീത്ത പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. ഇനിയിപ്പോ എല്ലാ ദിവസവും ഷാഹിദാന്റെ കൂടെ കിടന്നുറങ്ങാനാ പരിപാടി? ഇല്ല, ഇവിടെ കിടന്നോളാം. എന്നാലേ ചെന്നിട്ട് എന്റെ പാന്റ് ഷർട്ടൊക്കെ സ്ഥിരിട്ട് വെക്ക്. ഇന്ന് പെരയിലേക്ക് നമ്മൾ രണ്ടാളോട് 2 ദിവസം നിക്കാൻ ചെല്ലാൻ പറഞ്ഞിനി. ആ പറയുമ്പോഴേക്കും അങ്ങോട്ട് പോകാനൊന്നും പറ്റൂല. ഞാനൊന്ന് നോക്കട്ടെ. നിക്ക് നിക്ക്, അമ്മായി ഇറങ്ങട്ടാ. ഇറങ്ങി തിരക്കുണ്ട്. ഒരു തിരക്ക്. എത്രയായി മോനെ? 100 രൂപ. 100? മോളെ, എന്റെ അമ്മായി വന്നിക്കണ്. ഈ ഒരു 100 രൂപ ഇങ്ങോട്ട് എടുത്തോ. വണ്ടിക്കാരന് കൊടുക്കാനാ. ചെല്ല്. അന്നെ എവിടെയോ കണ്ടിണ്ടല്ലോ. ഈ ആരെ മോനാണോടാ? ഞാൻ പിലാക്കലെ ബഷീറിന്റെ മോനാ. ബഷീറിന്റെ മോനാണ് ഈ. കൊടുത്താളാ? ഇയാണ് കൊടുത്താളാ? ഇവിടെ 10 ബെൽറ്റുണ്ടാകുമ്പോഴാ. ഓ എന്റെ സൈനബ, ശുക്കൂറിനെ നിക്കാ ഈ അറിയിച്ചില്ലല്ലോ. ഞാൻ എത്ര പോലെ പൂതി വെച്ചിട്ട് നമുക്ക് അറിയാലോ. ഓന്റെ കല്യാണം കൂടെ. അതിന് അമ്മായി എവിടെയെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ടാ. എന്നാ ഇങ്ങോട്ട് നോക്ക്. ഈ മൊബൈലിലേക്ക് ഒന്നും വിളിച്ചൂടാ എനിക്ക്. ഓ അതറിയില്ലേന്. ഇത് പെട്ടെന്നുണ്ടായ കല്യാണ. ആ അതൊന്നും സാരല്ല. പിയൂട്ടി എവിടെ? കുളിക്കുക. കുളിച്ചോട്ടെ കുളിച്ചോട്ടെ. ആ ഈ ചായ എടുത്ത് വെക്കണോ? 10 ഇറച്ചി കൂട്ടാനാ. നല്ല മണം വരുന്നുണ്ട്. അമ്മ ഇതെപ്പറ്റി എന്നോട് മുണ്ടണ്ട. എന്റെ ഒക്കത്തെ മൂത്രമൊഴിച്ച് വലുതായ കുട്ടിയാണ് ചുക്കൂറ്. എന്നിട്ട് ഓനെ നിക്കായി എന്നെ അറിയിച്ചോ? അമ്മായി തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയതാണ് അമ്മായി. പെയ്യൂട്ടല്ലത് സൈനബി. ശുക്കൂർ ഗോൾ അടിച്ചല്ലടി. മോളെ പേരെന്താ? എല്ലാരും വിളിക്കണേ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞല്ലേ മുത്താണെന്ന്. ശുക്കൂറേ, ആര് പറഞ്ഞാലും ഈ എന്നോട് കല്യാണം പറയാൻ മറക്കരുതേനു. അന്നേ ഞാനാണ് പോറ്റിയത്.
അന്നെ പെറ്റിട്ടപ്പോഴേ ഇവിടെ മുലയില് പാലില്ലാഞ്ഞിട്ട് നിന്റെ മുല കുടിച്ചിട്ട് അയ്യോ ഉറങ്ങിയത്. നിന്റെ ഒക്കെ തിരുത്തിയിട്ടേ എത്ര പോലെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും അമ്മ ഇതൊന്നും മനസ്സിൽ വെക്കൂല. അമ്മായിയെ ഒരാഴ്ച നിങ്ങൾ കൂടെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എനിക്ക് സന്തോഷായില്ലേ? സന്തോഷായി. ശുക്രേ ഇവള് മൊഞ്ചത്തിയാണടാ, മൊഞ്ചത്തി. ഭയ്യ മോനെ, അല്ലാ എല്ലാരും കാത്തോളണേ. അമ്മായി പോയി ഇന്ന് കിടക്കട്ടെ. അല്ല ഷാഹിദ, ആ ഷാഹിദ, ഇയ്യ് പെട്ടെന്നൊന്ന് റെഡി ആയിക്കോ. എന്തേനു? ഉമ്മ ബാത്റൂമിലൊന്ന് വീണു. ആശുപത്രി കൊണ്ടേക്കോ. എപ്പോ? കുറച്ചേരായി. ചിലപ്പോ 3-4 ദിവസം നിൽക്കേണ്ടി വരും. അതിനുള്ള ഡ്രസ്സും കൂടി കരുതിക്കോ. അളിയ ഞാൻ വരണോ? വേണ്ട, ഞാൻ പോയിട്ട് വിളിക്കാം. അമ്മായി വന്ന് കേറിയിട്ടേ ഉള്ളൂ. വല്ലാത്തൊരു പണിയാണല്ലോ ഓല് കാണിച്ചത്. ഈ വിളിച്ചപ്പോ മുത്തെന്നാ പറഞ്ഞത്? രാവിലെ വിളിച്ചതിന് പുറമെ ഉച്ചയ്ക്ക് വീണ്ടും വിളിച്ച്. അപ്പൊ അവള് പറഞ്ഞ് പുയ്യാപ്പിള നോക്കട്ടെ എന്ന് പറഞ്ഞിക്കണെന്ന്. അതെന്താ അങ്ങനെ ഒരു വർത്താനം? നോക്കട്ടേന്ന്. പിന്നെ കുറച്ച് നേരത്തെ വിളിച്ചപ്പോ പുയ്യാപ്പിള പുറത്തേക്ക് പോയതാ, വന്നിട്ടില്ല എന്ന്. ഇനി ചിലപ്പോ രാത്രി ഇങ്ങനെ വരുമായിരിക്കും. ഇനി എങ്ങോട്ട് രാത്രിയാവാനാ? ഈ ഒന്നുകൂടി വിളിച്ചു നോക്കിയാ. ഹലോ, അസ്സലാം വലൈക്കും. വാലിക്കും സ്ലാം. എന്തേ പുറപ്പെട്ടില്ലേ? ഇല്ല താത്ത, മൂപ്പരിപ്പോ വന്ന് കേറിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോ പിന്നെ പോവാന്നാ പറയണത്. ഇത് വലിയ കഷ്ടായി പോയല്ലോ മോളെ. ഞാൻ കൊറേ പറഞ്ഞു നോക്കി. ബിലാൽക്കുണ്ടോ അവിടെ? ആ, ഇതാ ഇവിടെ ഉണ്ട്. എല്ലാരും നിങ്ങളെ കാത്തുക്കുക. ഇനി ബിലാൽക്കാനെ കൊണ്ട് പറയിപ്പിക്കണോ? അതോ വേണ്ട. ഓ, നിങ്ങൾ വെച്ചോളി, വിളിക്കുന്നുണ്ട്. പിന്നെ പോവാന്ന് പുതിയാപ്പിള പറഞ്ഞെന്ന്. അതെന്താ ഒക്കെ വരാൻ പറ്റുക? ആരോട് ചോദിക്കാൻ? ഓര് പറയുന്ന പോലെ ചെയ്യാനല്ലേ മുത്തിന് പറ്റൂ. പുതിയാപ്പിളക്ക് എന്തേലും തിരക്കുണ്ടാവും. നാളെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഓൽക്ക് സൗകര്യം ഉണ്ടാവും വരട്ടെ, അല്ല എന്ത് ചെയ്യാനാ? ഏതായാലും ഞാൻ തിന്നെടുത്ത് വെക്കാൻ പോവാ. എല്ലാരും കൈ കഴുകി വന്നോളി. എന്താ കിടക്കാൻ പോണില്ലേ? എനിക്ക് പേടിയാവുന്നുണ്ട്. ദാ പറഞ്ഞില്ലാന്ന് വേണ്ട, നിലവിളിച്ച് ഒച്ചയും പടയുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച. ഇതാ നോക്ക്, ആ അമ്മായിത്തള്ള എങ്ങാനും ഇത് അറിഞ്ഞാലേ ദുനിയാവിന് മുഴുവൻ ദഫ് മുട്ടി പാട്ടാക്കൂ. മര്യാദയ്ക്ക് മിണ്ടാതെ പോയി കിടന്നോ. എന്റെ സ്വഭാവേ പറ്റാ മോശ. പൊയ്ക്കോ. ഓളൊരു പുന്നാരേ അല്ല പിന്നെ. റബ്ബേ കാക്കണേ, ശുക്കൂർക്കൊന്നും വരുത്തല്ലേ. ഞാൻ നെയ്യത്താക്കിയതൊക്കെ ചെയ്തോളാം. ഹലോ. ഇക്ക. ആ ആരാ? ആ ഹലോ. ആ വാപ്പാ, എപ്പോ? അന്നത്തെ പോലെ തന്നെ ഓളകത്ത് കയറലും അവസ്മാരണങ്ങളും ഒപ്പായി. എന്തൊരു കഷ്ടാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? മയങ്ങിക്കിടക്കുക, ഒന്നും പറയണ്ട. അന്നത്തേനേക്കാളും ജാസ്തിയേനും. ആകെ കഴിച്ചതും ബഹളും അയൽവക്കാരും കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ അങ്ങോട്ട് വരണോ? വേണ്ട, രാവിലെ എത്തിയാ മതി. ആ എന്നാ ശരി. എന്താ ചെയ്യേണ്ടതെന്ന് രാവിലെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തൊക്കെ? ഷുക്കൂറിന് വീണ്ടും അവസ്മാരം ഇളകിയെന്ന്. എന്നിട്ട് ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങളൊന്ന് പോയി നോക്കണോ? വേണ്ട, രാവിലെ ചെന്നാ മതി എന്നാ ഉപ്പ പറഞ്ഞത്.
ആ പെണ്ണിന്റെ ഒരു കാര്യം വല്ലാത്തൊരു കഷ്ടം തന്നെ. നിങ്ങളെന്ത് വർത്താനായി പറയണത്? ഉടനെ വല്ല ഡോക്ടറെയും കാണിക്കാന്നല്ലാതെ മന്ത്രിച്ചോദിനോലെ മന്ത്രവാദികളെ കാണിക്കാ പിരാന്ത് പറയാ. പിരാന്തല്ല പിയാപ്പിളെ, ഓന് ഈ സൂക്കേട് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ സൂക്കേടിന് ഔലി തന്നെയാ നല്ലത്. അതെന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോളി. അതിനു മുമ്പ് ഓളെ വീട്ടുകാരെ വിവരം അറിയിച്ചാളി. അതൊന്നും ഇപ്പൊ പറ്റൂല. ഓലറിഞ്ഞ പൊല്ലപ്പ, നമ്മൾ അറിഞ്ഞോണ്ട് ഓരോ കുടിക്കുന്നില്ലോ പറയാ. സംശയം എന്താ? നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടീനെ കുറിച്ച് ആലോചിച്ചോ? ഇവിടെ വന്ന് കേറിയതിന് ശേഷം ആ കുട്ടീന്റെ കണ്ണീര് തോർന്നിട്ടുണ്ടോ? ശരിക്കും നല്ലോണം ഉറങ്ങിയിട്ടുണ്ടോ? പാവം, എട്ടും പൊട്ടും തിരാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അത് തന്നെയാ ഞാനും പറയണത്. ആദ്യം അവനെ ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അവളെ ഇക്കാക്കാനോട് മറ്റുണ്ടായ കാര്യം പറയാ. പുയ്യാപ്പിളെ, നിങ്ങളിപ്പോ ആരോടൊന്നും പറയാൻ നിക്കണ്ട. അമ്മായി ഓനെ കൊണ്ട് പട്ടാമ്പി പോവുക. അയാളെ പേരേട്ട ഔലിയ. ഈ സൂക്കേടൊക്കെ മൂപ്പര് 2 ദിവസം കൊണ്ട് മാറ്റും. പലർക്കും മാറിക്കണം. പട്ടാമ്പിയില കിട്ടാമ്പിയില എവിടെയാച്ചാ കൊണ്ടേക്കോളി. ഇന്ന് അതിന് കിട്ടൂല. ഞാൻ പോവാ. അമ്മായിയാ പറയണേ. അമ്മായി ഉള്ളിടത്തോളം കാലം ഇവിടെ ആരും പേടിക്കണ്ട. എടി ഓനോട് കുപ്പായ മാറാൻ മതി. ചെല്ല്. 1000ന്റെ ഒരു 5 എണ്ണം അങ്ങോട്ട് എടുത്തോ. അമ്മായിനോടാ കളി. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കൊറേ നേരമായി ഞാൻ വിളിക്കുന്നു. മുത്ത് എന്താക്കായിരുന്നു? നിസ്കരിക്കായിരുന്നു താത്ത. ഇന്നലെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. മുത്തേ, എന്തു പറ്റി ശബ്ദം വല്ലാണ്ടിരിക്കണല്ലോ? ഒന്നുമില്ല താത്ത. എന്താ സുഖല്ലേ? ഏയ് ഒന്നുമില്ല താത്ത. പുതിയാപ്പിളല്ലേ അവിടെ? ഇല്ല, പട്ടാമ്പി പോയതാ. സുഖമില്ലാഞ്ഞിട്ട് മൊയിലിയാരെ കാണാൻ. സുഖമില്ലാഞ്ഞിട്ടോ? അതിനെന്തിനാ മൊയിലേരെ കാണാൻ പോയത്? അറിയൂല താത്ത. മുത്തേ, എന്താ കാര്യം പറയ്. മുത്തേ, എന്താണ്ടായെന്ന് വെച്ചാ പറ. ഒന്നുമില്ല മുത്തേ, ബിലാൽക്ക് കോയമ്പത്തൂർ പോയതാ. എന്താച്ചാ പറയ്. ഒന്നുമില്ല. നിങ്ങള് ബിലാൽക്കാരോടൊന്നും പറയില്ലട്ടോ. നിങ്ങള് ഫോണിൽ ചോളി, ഉമ്മ വരുന്നുണ്ട്. എന്താ താത്ത അന്തം വിട്ടിരിക്കണേ? ഒന്നുമില്ല. ബിലാൽക്ക് കോയമ്പത്തൂർ എപ്പോഴാ വരിക? നാളെ രാത്രി എന്നാ പറഞ്ഞു. ചെലപ്പോ മറ്റന്നാളാവും. എന്തേ? നാളെ രാവിലെ നമുക്ക് മുത്തിന്റെ അടുത്തിരുന്ന് പോയാലോ? അതിന് സൽക്കാരത്തിന് മറ്റന്നാൾ ഓലിങ്ങോട്ട് വരികയല്ലേ? എന്നാലും പോണം. മുത്തേ, പറയ്, എന്താ ഉണ്ടായത്?
നോക്ക് ഈ ഇത്താത്തനോട് പറയ്. വേണ്ട താത്ത, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണത്? പറഞ്ഞോ. ബിലാൽക്കാനോട് പറയരുത്. ഇല്ല, ആരോടും പറയില്ല. മോളെ കരയല്ലേ, സബൂറാക്ക്, ഒക്കെ ശരിയാവും. കരയല്ലേ. മുത്തേ